അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം വരുന്ന പോവുകയാണ്. ദേവൂട്ടിയുണ്ട്. ദേവൂട്ടി എവിടെ പോകുന്നത്? നമ്മള് ദേവൂട്ടിക്ക് സൂല് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഞങ്ങൾ ഒരു തവണ പോയപ്പോഴും ലാസ്റ്റ് വീക്ക് നമ്മൾ പോയപ്പോൾ അന്ന് മൺഡേ ആയതുകൊണ്ട് അവധിയായിരുന്നു, അവധിയായിരുന്നു. ഗൈസ്, നിങ്ങൾ സൂവിലൊക്കെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ മൺഡേ ശ്രദ്ധിക്കണം, മൺഡേ അവധിയാണ്. സോ ഞങ്ങൾ ഈ ദിവസം ഇതിപ്പം വർക്കിംഗ് ഡേ ആണ്, അവിടെ ഓപ്പൺ ആണ്. സോ ഇന്ന് ഞങ്ങൾ സൂവിലൊക്കെ പോകണം, പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോകേണ്ട കുറേ പ്ലാനിങ് ഒക്കെ ചെയ്ത് വന്നതാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ജേർണി ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈമായി. തനു ഒന്ന് ഉറങ്ങിയപ്പോൾ വീഡിയോ എടുത്തതാണ്. തനു ഉണർന്നിരിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ഗൈസ്. തനു ആഴ്ചയിൽ കണ്ട് ഉറങ്ങുന്നതാണ്. സോ ഗൈസ്, ഇനി അങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഗൈസ്. ആക്ച്വലി നമ്മൾ രാവിലെ ജസ്റ്റ് കുറച്ച് സ്നാക്സും ഇതൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്കായിരിക്കും ഗൈസ്. നമ്മൾ പുനലൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വെഞ്ഞാറമൂട് എത്തുന്നിടം വരെ ഒന്നും കഴിച്ചില്ലായിരുന്നു ഗൈസ്. ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാണുക ഗൈസ്. നിങ്ങൾ ആക്ച്വലി എവിടെയെങ്കിലും ഇപ്പോൾ പോകുന്ന സമയത്ത് കോഫി ഹൗസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. കാരണം നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാം. അവരുടെ മസാലാസിനൊക്കെ ഭയങ്കര പ്രത്യേകതകളുണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ഷോപ്പിലും അവരുടെ കോഫി ഹൗസിൻ്റെ എല്ലാ ബ്രാഞ്ചിലും ഒരേ മസാല ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറെ ഫുഡ് വെച്ചിട്ടുള്ള വേറെ ഫുഡ് ഇൻഫെക്ഷൻസ് അല്ലേ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും വരുന്നില്ല. ധൈര്യമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഗൈസ്. സോ പിന്നൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് ഈ വെഞ്ഞാറമൂട് പാസ് ചെയ്ത് കിട്ടാൻ നമുക്ക് നല്ല ടൈം എടുക്കും ഗൈസ്. സോ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിൽ പോകണമെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക. അല്ലെങ്കിൽ ബൈ റൂട്ടുണ്ട്, അതിന് മുമ്പുള്ള റോഡ് വഴി കട്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാം. ഭയങ്കര ബ്ലോക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. ഫ്ലൈ ഓവറിൻ്റെ കാര്യമൊക്കെ ഡിസ്കഷനിലുണ്ടെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സൂലെത്തി. തനു നോക്കുന്നുണ്ടോ? ഇത് കാണുന്നേ കാളയോ? കാളയല്ല, പശു. പോകുന്നില്ല ഗൈസ്. ബംഗാൾ കുരങ്ങൻ എന്നാണ് പറയുന്നത്. ബംഗാൾ കുരങ്ങൻ. പരന്തിനെ കണ്ടപ്പോ തനുവാനെ കാത്തുന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലായി കാത്തുവിനെ കൊത്തിക്കൊണ്ട് പോകുന്ന പരന്ത്. തനു കാത്തുവിടെ. തനു കാത്തുവിനകത്ത പരന്തിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗൈസ്. കാത്തുന്ന് വിളിക്കുന്നു ഗൈസ്. കാത്തുവിനെ കൊത്തിക്കൊണ്ട് പോകുന്ന പരന്തിനെ തനുവിന് മനസ്സിലായി ഗൈസ്. തനു, കാത്തുള്ള പരന്താന്നോ ഇത്? ഗൈസ്, ദിസ് ഈസ് കരടി. കടുവയല്ല ഗൈസ്, കരടി. ഭയങ്കര ഇതല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് സൂവിൽ. പക്ഷേ പഴയതുപോലെ അത്ര മൃഗങ്ങളും ബേഡ്സൊന്നും ഇല്ല. ഇപ്പോൾ എന്തൊക്കെയോ കുറേയൊക്കെ കുറവുണ്ട് ഗൈസ്. സിംഹം നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റിൽ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ബീച്ചിലൊക്കെ കിടന്ന് കളിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.